ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല. പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പം നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അത് ED-യുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്. അല്ല, ഇന്നലെ CM ഡൽഹിക്ക് പോകുന്നു, CM പ്രധാനമന്ത്രിയെ കാണുന്നു, പിന്നാലെ റെയ്ഡ് എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് അത്തരത്തിലൊരു ആസൂത്രണം ഉണ്ടെന്നതാണ് ആരോപണം. CM-ന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ലേ, കേരളത്തിൻ്റെ ആവശ്യമല്ലേ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെൻറ് നടപടികളുടെ ഭാഗമല്ലേ. അത് ഇതുമായിട്ട് എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? അപ്പോൾ അത് എന്താണ്, ആ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്താണ്. അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJP-യും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട. അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPM-ഉം BJP-യും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പോൾ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയേണ്ടത്.